നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ടും മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരും ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകളും സ്റ്റോക്കുകളുടെ വാർത്തകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ റെഫറൻസിനായിട്ട് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഉപകാരം ഉണ്ടാവും. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കും രാവിലെ 7:30ക്കും പ്രീ മാർക്കറ്റും പോസ്റ്റ് മാർക്കറ്റും നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ട്രേഡേഴ്സിന് ഗുണകരമാകും. മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി വളരെ വലിയ രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്ത ഒരു ആഴ്ചയാണ്. അതിന് മുമ്പുള്ള ഒരാഴ്ച നിഫ്റ്റി 2000 പോയിന്റിലേറെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത് കൊണ്ട് ആണ് പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ പ്രത്യേക ഒരു മൂവ്മെൻറ്റും ഉണ്ടാക്കാതെ ഒരു 200 പോയിന്റിൽ താഴെയാണ് നിഫ്റ്റി ഒരു 5 ദിവസം ട്രേഡ് ചെയ്തിട്ടപ്പോഴും നിഫ്റ്റിയിൽ നടന്ന ഒരു മൂവ്മെൻറ്റ്. പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. FIs വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് സെല്ലിംഗ് പ്രഷർ കുറവായിരുന്നു. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ബൈയിങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് സെല്ലിംഗ് പ്രഷർ കുറവായിരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ബൈയിങ് പ്രഷർ ഉണ്ട്. നമുക്ക് ഡേറ്റ നോക്കാം. ഡേറ്റ കാണിക്കുന്നത് FIsൻ്റെ ആക്ടിവിറ്റീസിൽ കാണാം. ഒരു ജൂൺ 11-ാം തീയതി ഒരു 111 കോടി രൂപയും ജൂൺ 13-ാം തീയതി 3000 കോടി രൂപയുടെയും സെല്ലാണ് FIs നടത്തിയിട്ടുള്ളത്. എന്നാൽ ബാക്കി ദിവസങ്ങളിൽ ബൈയിങ് ആയിരുന്നു. അവരുടെ നെറ്റ് ബൈ ഏകദേശം 2000 കോടി രൂപയാണ്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ജൂൺ 13-ാം തീയതി 500 കോടി രൂപയുടെ മാത്രം അവർ സെല്ല് നടത്തി. ബാക്കിയുള്ള എല്ലാ ദിവസവും അവർ ബൈയിങ് മോഡലായിരുന്നു. ഏകദേശം ഒരു 5500 കോടി രൂപയ്ക്ക് മുകളിൽ അവർ ബൈയിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. FIsൻ്റെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നില്ല. കുറേ ദിവസങ്ങൾ അവർ ബൈയിങ് മോഡിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇനി സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ FMCG സ്റ്റോക്കുകളിലും IT സ്റ്റോക്കുകളിലും കഴിഞ്ഞ ആഴ്ച പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ബാങ്ക് ഒന്ന് പതുങ്ങി. എന്നാൽ ഈ ഒരു റിയാലിറ്റി മെറ്റൽ സ്റ്റോക്കുകൾ തിളങ്ങിയ ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. നമുക്ക് ഡേറ്റ പരിശോധിക്കാം. ശ്രീരാം ഫിനാൻസ് 9%, അൾട്രാടെക് സിമൻറ്റ് 7%, HDFC ലൈഫും ONGCയും സിപ്ലയും നേട്ടം കൈവരിച്ചപ്പോൾ വീക്കിലി അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വീക്കിലി അടിസ്ഥാനത്തിലാണ്. വീക്കിലി അടിസ്ഥാനത്തിൽ FMCG ഭീമനായിട്ടുള്ള HVL 4%, ടാറ്റ കൺസ്യൂമറും ITCയും ഫോൾ ആയിട്ടുണ്ട്. ഇൻഫി IT കമ്പനിയാണ് 3%. ബാങ്കിങ് മേഖലയിൽ നിന്ന് കൊട്ടാക് ബാങ്കും ഫോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ FMCG സ്റ്റോക്കുകൾ ശക്തമായൊരു റാലി നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ്, അതുപോലെ തന്നെയാണ് IT കമ്പനീസ് വലിയൊരു റാലി നടത്തി അതിന് മുമ്പുള്ള വീക്കിൽ. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉള്ളത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ അടുത്ത മാസം ഇതേ സമയത്ത് നമുക്ക് Q1 റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാസത്തെ ഗ്യാപ്പാണുള്ളൂ നമുക്ക് Q1 റിസൾട്ടിന് വേണ്ടിയിട്ട്. ഇനി പ്രധാനമായിട്ടും നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. തിങ്കളാഴ്ച ഓപ്പൺ 23,315 ആയിരുന്നു. വെള്ളിയാഴ്ചത്തെ ക്ലോസ് 23,454 ആണ്. ഏകദേശം ഒരു 200 പോയിന്റിൽ താഴെ മാത്രമാണ് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുള്ളത്. 150 പോയിന്റ് മാത്രമാണ് നിഫ്റ്റി ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് മൂവ് ചെയ്തിട്ടുള്ളത്. ഇൻട്രാഡേ ലോയിൽ നിന്ന് ഏകദേശം ഒരു 250 പോയിന്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ കാണാം, ഏറ്റവും താഴെ കാണാം. ഏറ്റവും താഴെ US വിക്സ് 10% സ്പൈക്ക് ചെയ്തു. നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡോ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. അതിന് മുകളിൽ കാണുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. FTSE UK മാർക്കറ്റാണ്. CAC 40 ഫ്രാൻസ് ആണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റാണ്. അത് 3 റെഡിൽ വ്യാപാരം അവസാനിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ്. US മാർക്കറ്റ് പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ നാളെ നമ്മുടെ മാർക്കറ്റാണ് അവധി ഉള്ളത്. മറ്റുള്ള മാർക്കറ്റുകൾ വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ചൊവ്വാഴ്ച ദിവസമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മാർക്കറ്റ് ഇല്ലാതിരിക്കുകയും ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാകുകയും ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് അത്ര ഒരു നല്ലതിനല്ല. കാരണം നമുക്ക് ഒന്നും റിയാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള നിഫ്റ്റി ഏത് വരെ പോകും അല്ലെങ്കിൽ ഏത് വരെ പോകില്ല എന്ന് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അവരുടെ ഊഹത്തിനനുസരിച്ച് അവർ ചെയ്തിരിക്കുന്ന ട്രേഡ് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഇക്വിറ്റി ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും അതൊരു റെഫറൻസ് ആണ്. കാരണം മാർക്കറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ്, മാർക്കറ്റിൻ്റെ സപ്പോർട്ട് എവിടെയാണെന്ന് കാണാൻ സാധിക്കും. ഈ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഷുവറായിട്ട് ഇത് പൂർണ്ണമായിട്ടും അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡേറ്റയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ കാണാം PCR 1.42 ആണ്. അപ്പോൾ നിഫ്റ്റി ഈ ബാങ്ക് നിഫ്റ്റിനെയും ഫിനാൻഷ്യൽ നിഫ്റ്റിനെ അനുസരിച്ച് അല്ല, കുറച്ചും കൂടി ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. കാരണം 23,400 ആണ് ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. 23,400
താഴെ പോകില്ല എന്ന് ആളുകൾ കരുതുന്നുണ്ട്. റെസിസ്റ്റൻസ് 23,500 കൂടുതൽ പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് PCR 1.42 ആയത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി അതല്ല അവസ്ഥ. ബാങ്ക് നിഫ്റ്റി 50,000 ഷോർട്ട് സ്ട്രാഡിലെല്ലാം തന്നെ ആളുകൾ ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമല്ല എല്ലാ ഇൻഡെക്സിലും സ്ട്രാഡിൽ ചെയ്ത ആളുകളാണ് കഴിഞ്ഞ ആഴ്ച ഉള്ളത്. അപ്പോൾ അതിൻ്റെ PCR 0.94 ആണ്. അപ്പോൾ 50,000 ആണ് മേജർ റെസിസ്റ്റൻസും സപ്പോർട്ടും. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ PCR 1 ആണ്. 22,400 സ്ട്രാഡിൽ ഉണ്ടെങ്കിൽ കൂടിയും 23,500 22,800 22,500 എല്ലാം തന്നെ കുറച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകളുണ്ട്. മേജർ സപ്പോർട്ട് ഉള്ളത് 22,300 എന്ന നിലയിലാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് സെൻസിബിൾ എന്നൊരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ പല പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫ്രീ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ സെറോദ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ സെൻസിബിൾ വളരെയധികം ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ സെറോദ ഇന്ത്യയുടെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ സെറോദ ഓപ്പൺ ചെയ്യുന്ന നമ്മൾ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെൻസിബിൾ പോലെയുള്ള ഈ പ്ലാറ്റ്ഫോം സെറോദ കസ്റ്റമേഴ്സിന് അത് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഡിസ്കൗണ്ട് ബ്രോക്കറുമാണ്. ഇനി നമുക്ക് മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പ്രധാനമായിട്ടും അടുത്ത ആഴ്ച ഗ്ലോബൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഈവൻ്റാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് US നിന്ന് എല്ലാ ഈവൻറ്റിൻ്റെയും സമയവും ഡേറ്റും രാജ്യങ്ങളും എല്ലാം തന്നെ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ, ഈ സ്ക്രീൻഷോട്ട് നമ്മളെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. നമുക്കൊരു bismate.com എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബ് ഉണ്ട്. അതിന് അണ്ടറിൽ ഒരുപാട് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അതിലൊരു ഇൻഫർമേഷനാണ് ഇത്. അപ്പോൾ അതിലുള്ള വേറെ ഇൻഫർമേഷൻ എന്താണ്? ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, IPO ഡീറ്റെയിൽസ്, ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സിനും ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട്. ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് US മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ, US മാർക്കറ്റിൽ തിങ്കളാഴ്ച ജൂൺ 17 ഈവൻ്റ് ഇല്ല. ചൈനയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ ജൂൺ 17 ഉണ്ട്. ജൂൺ 18 എന്നാൽ US നിന്ന് കോർ റീറ്റെയിൽ സെയിൽസ് ഉണ്ട്. യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ, ജർമ്മനിയുടെ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ്. ജൂൺ 19 US മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. UKയുടെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. US മാർക്കറ്റ് ജൂൺ 20 അവിടെ ഫിലാഡൽഫിയ ഫെഡ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് വരുന്നുണ്ട്. ചൈനയുടെ ലോൺ പ്രൈം ഡേറ്റ, UKയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് ജൂൺ 21 അതായത് വെള്ളിയാഴ്ച മാനുഫാക്ചറിംഗ് ഡേറ്റ വരുന്നുണ്ട്. UKയിൽ നിന്ന് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. ഇന്ത്യയുടെ ബാങ്ക് ലോൺ ഗ്രോത്തുകൾ വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു ജൂൺ 20 ഉള്ള ഈ US ഇൻഫ്ലേഷൻ ഡേറ്റയും, ഇൻഫ്ലേഷൻ അല്ല, ഫിലാഡൽഫിയ മിഡ് മാനുഫാക്ചറിംഗ് ഡേറ്റയൊക്കെയാണ് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻ്റായിട്ട് വരുന്ന ആഴ്ചകളുള്ളത്. ഇനി നമുക്ക് നേരെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബയോകോൺ എന്ന് പറയുന്ന ഒരു ഫാർമ സെക്ടറിലുള്ള ഒരു സ്റ്റോക്കാണ്. വിശാഖപട്ടണത്തിലുള്ള അവരുടെ ഒരു പ്ലാന്റിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഒരു ഇൻസ്പെക്ഷൻ നടത്തി 3 ഒബ്സർവേഷൻസ് റേസ് ചെയ്തിട്ടുണ്ട്. ഒബ്സർവേഷൻസ് റേസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഫാർമ കമ്പനീസിനെ സംബന്ധിച്ച് അത്ര നല്ല ഒരു കാര്യമല്ല. ഗ്രേവ് ഇലക്ട്രിക്സ് കമ്പനി ഈ ഒരു ഇലക്ട്രിക്കൽ ബൈക്കുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ ഒരു പുതിയ ഒരു ഇലക്ട്രിക്കൽ ബൈക്ക് വന്നിട്ടുണ്ട്. അപെക്സ് ന്യൂക്സെക്സ് എന്ന് പറയുന്ന ബൈക്ക്. 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില ഉള്ളത്. നെയ്ക്ക എന്ന് പറയുന്ന ഒരു ഈ ഒരു ഫെയർനെസ് ബ്യൂട്ടി കമ്പനിയാണ് നെയ്ക്ക. അപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന എലാറ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ബ്രോക്കറിംഗ് സ്ഥാപനം നെയ്ക്കേനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ്. TCS ഇന്ത്യയുടെ ലീഡിംഗ് ആയിട്ടുള്ള IT കമ്പനിയാണ്. അപ്പോൾ വിസ്റ്റം നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേറൊരു ന്യൂസ് TCSനെ സംബന്ധിച്ചുള്ളത്, US കോർട്ട് TCSന് ഒരു പെനാൽറ്റി ചുമത്തിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. 194 മില്യൺ ആണ് പെനാൽറ്റി ചുമത്തിയിട്ടുള്ളത്. ഹൈ എനർജി ബാറ്ററീസ് ഇന്ത്യ കമ്പനി, ഇന്ത്യയിൽ അവർ ഏകദേശം 65 മില്യൺ ഫണ്ടിങ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ബിസിനസ്സുകൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. RVNL കമ്പനി 160 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. ഭാരത് എയർടെൽ ഈ 5G സ്പെക്ട്രത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കാനായിട്ടുള്ള 7,904 കോടി രൂപ അവർ പ്രീപേയ്മെൻറ്റ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസാണ്. പിഡിലിറ്റി ഇൻഡസ്ട്രീസ് കമ്പനി, ഫെവിക്കോളുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ്, ഇവർ UV ടെക്നോളജി ലൈസൻസിന് വേണ്ടിയിട്ട് ഇറ്റാലിയൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയായിട്ട് ഇവർ ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. അദാനി എൻ്റർപ്രൈസസ് കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം 2% സ്റ്റേക്ക് ഓപ്പൺ മാർക്കറ്റിലൂടെ ബൈ ചെയ്തു എന്നുള്ളതാണ്. ജിൻഡാൽ സ്റ്റൈൽ കമ്പനി CSPLൻ്റെ 46% സ്റ്റേക്ക് ഇവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. ഗോദാവരി പവർ കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യുകയാണ്. 3000 കോടി രൂപയുടെ ഷെയറാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് ഇവർ തന്നെ തിരികെ വാങ്ങുന്നത്. HCL ടെക് മറ്റൊരു IT കമ്പനിയാണ്. ജൂലൈ 12 ഇവരുടെ
1 റിസൾട്ട് പ്രഖ്യാപിക്കും. പുറവങ്കര റിയാലിറ്റി കമ്പനിയാണ്. ഗോവയിൽ ഇവർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട് റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. വിപ്രോ IT കമ്പനിയാണ്. ഇവർ പ്രധാനമായിട്ട് ഹനസ് ബ്രാൻഡ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു US കമ്പനിയായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്ട് ടൈപ്പ് ചെയ്തു. ഓറിയൻ പ്രോ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് 1:1 റേഷ്യോയിൽ. ജൂൺ 27 റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. റൈറ്റ്സ് കമ്പനി ദാമോദർ വാലിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ജോയിൻറ്റ് വെഞ്ചർ ഏർപ്പെട്ടത്. റോട്ടോ പമ്പ് കമ്പനിക്ക് 14 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. ഇനി കുറച്ചും കൂടിയും അധികം ന്യൂസുകളും നാളെ മറ്റുള്ള ഗ്ലോബൽ ഇവൻറ്റുകളായിട്ട് നമ്മൾ ചൊവ്വാഴ്ച ദിവസം രാവിലെ കൃത്യം 7:00 ന്യൂസായിട്ട് എത്താം. നാളെ വൈകിട്ട് വേറൊരു ഔട്ട് ഓഫ് ബോക്സ് സബ്ജക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ദിനം ആശംസിക്കുന്നു. സ്റ്റിൽ വീക്കെൻഡാണ്. ബക്രീദ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.